ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. എന്താ സാൽമൺ ഫിഷാണ് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്കുള്ള മസാലകൾ ചേർക്കാം. നമുക്കിത് പരട്ടി വെക്കാൻ ആവശ്യമായ മസാല: മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, കാശ്മീരി ചില്ലി പൗഡർ ആൻഡ് കുരുമുളക് പൊടി, സ്വല്പം നാരങ്ങ നീര്. അല്പസമയം വിശ്രമിക്കാൻ വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് മീന് പൊള്ളിച്ചെടുക്കാമേ. ആഡ് ചെയ്യാം. സെയിം പാനിലാണ് ഉണ്ടാക്കുന്നത്. സവോള, ഇഞ്ചി ഗാർലിക്, പച്ചമുളക്, കറിവേപ്പില എല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് വഴട്ടാൻ പോവാണേ. സവാള ഓൾമോസ്റ്റ് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായ ബാക്കി എടുത്തു വെച്ചിരുന്ന പൊടിയും, ഏലക്ക, കറുവാപ്പട്ട, പിന്നെ നമ്മുടെ നക്ഷത്ര സാധനം, ബേ ലീവ്സ്, ഗ്രാമ്പു, നമ്മൾ കുരുമുളക്, ഇത്രയും സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഒത്തിരി മസാല ഇടുന്നില്ല. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ മല്ലിയില ഇട്ട് കൊടുക്കുക. സവാള വന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് മസാലയിലേക്ക് നമ്മൾ അല്പം തൈര് ചേർത്ത് കൊടുക്കുവാണ്. കട്ട തൈര്, പുളി അധികം വേണ്ട. ഇട്ട് കൊടുക്കുക. ഉണക്കമുന്തിരി, ഫിഷ് മസാലയും എല്ലാം നമ്മൾ പെരട്ടി മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാരും ഫിഷ് ബിരിയാണി ട്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് ഇനി ബിരിയാണി മിക്സ് ചെയ്യാം. ഇപ്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക്. കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഉള്ളി, നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്വല്പം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു തീയിൽ 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. പൊട്ടിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഫിഷ് ബിരിയാണി റെഡി. വിത്ത് ഒനിയൻ വിനാഗിരിക്കകത്ത് പിഴിഞ്ഞുണ്ടാക്കിയ ടൊമാറ്റോ ഇട്ടുണ്ടാക്കിയ സാലഡ് ആൻഡ് പപ്പടം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യൂ. എൻജോയ്. ബൈ ബൈ. നന്ദിൻ്റെ പപ്പടം ഉണ്ടാവും.